ചോദ്യപേപ്പർ മാറി നൽകിയതിലെ വീഴ്ച മറച്ചുവെക്കാൻ സ്കൂൾ അധികൃതരുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും തീവ്ര ശ്രമം. കോഴിക്കോട് വടകര ഹയർ സെക്കൻഡറിയിലെ 2ാം പാദ വാർഷിക പരീക്ഷയ്ക്കിടെയാണ് അധ്യാപകർ ചോദ്യപേപ്പർ മാറി നൽകിയത്. സംഭവം വിവാദമായതോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സ്കൂൾ അധികൃതർ വിവരമറിയിക്കുകയായിരുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള വടകര BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മാസം 15-നാണ് ചോദ്യപേപ്പർ ചോർന്നത്. 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ 2ാം പാദവാർഷിക പരീക്ഷയ്ക്കിടെയാണ് സംഭവം. പരീക്ഷാ ടൈം ടേബിൾ അനുസരിച്ച് മലയാളം വിഷയത്തിലായിരുന്നു പരീക്ഷ. എന്നാൽ പരീക്ഷാ ചുമതലയുള്ള അധ്യാപകർ വിതരണം ചെയ്തതാകട്ടെ ഹിന്ദി പരീക്ഷയുടെ ചോദ്യാവലിയായിരുന്നു. 20-നായിരുന്നു ഹിന്ദി ഐച്ഛിക വിഷയമാക്കിയുള്ള പരീക്ഷ നിശ്ചയിച്ചിരുന്നത്. വീഴ്ച മനസ്സിലാക്കിയ അധ്യാപകർ ഉടൻ വിദ്യാർത്ഥികളിൽ നിന്ന് ചോദ്യാവലി തിരികെ വാങ്ങിയെങ്കിലും വിതരണം ചെയ്തതിൽ ഒന്ന് കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് 2 ദിവസത്തെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് വിദ്യാർത്ഥികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് ചോദ്യപേപ്പർ കണ്ടെടുത്തത്. ഇതിനിടെ സംഭവം പുറത്തറിയുമെന്ന ഘട്ടമെത്തിയതോടെ സ്കൂൾ അധികൃതർ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹിന്ദി പരീക്ഷ മാറ്റിവെച്ചതായി അറിയിച്ച് എല്ലാ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർക്കും സർക്കുലർ കൈമാറുകയായിരുന്നു. ക്രിസ്മസ് അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ജനുവരി 5-ന് ഉച്ചയ്ക്ക് ശേഷം മാറ്റിവെച്ച പരീക്ഷ നടത്തുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ജനം, കോഴിക്കോട്. അതായത് ചോദ്യപേപ്പർ ചോർന്നു, അധ്യാപകരുടെ പിഴവിൽ ചോദ്യപേപ്പർ കുട്ടികളുടെ അടുത്തെത്തി, പരീക്ഷ മാറ്റിവെക്കുന്നു. ഹയർ സെക്കൻഡറി ഹിന്ദി വിഭാഗം പരീക്ഷ ക്രിസ്മസ് അവധി കഴിഞ്ഞ് ജനുവരി 5-ന് നടത്തും എന്നാണ് വാർത്ത.